السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وصحبه محمد. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ ചൈതന്യത്തിന്റെ പ്രോജ്വല പ്രതീകമായ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രമുഖരായ സാദാത്തുക്കൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ, ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ആലിമീകളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എറണാകുളത്തെ സമ്മേളനം കഴിഞ്ഞാൽ അവരിങ്ങനെ വിറച്ച് ചാകും. ഇന്ന് പറഞ്ഞവർക്ക് കണ്ണുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കാം, കാതുണ്ടെങ്കിൽ കേൾക്കാം, ഹൃദയമുണ്ടെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഈ മൂന്ന് ഘടകവും നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്ത് കാണാൻ കഴിയണ്ടേ? മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു അദ്ദേഹം നരസിംഹറാവു അല്ല, VP സിംഗ്, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഒരു ഇന്റർവ്യൂ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കണം. അദ്ദേഹം കുറേയേറെ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം എന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. പത്രക്കാർ ചോദിച്ചു, ഇത് നേരെ വിരുദ്ധമാണല്ലോ, പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ചൈതന്യ പുഷ്കരമല്ലേ? അയാൾ പറഞ്ഞു, നോ, അല്ല, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു RSSകാരുടെ പിന്തുണയോടെയാണ്. അങ്ങനെ ഒരു നിർഭാഗ്യം എനിക്കുണ്ടായി. ആ ഉറച്ച മതേതര ചിന്തയുള്ള പ്രധാനമന്ത്രി പറഞ്ഞു, മുൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഗുജറാത്തിന്റെ മണ്ണിൽ എന്റെ പാവപ്പെട്ട മുസ്ലിം പെങ്ങൾ, അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവർ പരസ്യമായി അവരെ വെട്ടിനുറുക്കി കഷ്പലന്മാർ, ഗർഭപാത്രം വെട്ടിപ്പിളർത്തി നിഷ്കളങ്കതയുടെ നിറകുടമായ പിഞ്ചു പൈതലിനെ കുത്തിയെടുത്തു. ആ ചോരക്കുഞ്ഞിനെ ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു എന്ന ഏക കാരണത്താൽ അവർ കുന്തത്തിൽ കുത്തിയുയർത്തി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. ആ സംഭവത്തിന് ശേഷം RSSകാരന്റെ പിന്തുണയോടെ രാജ്യം ഭരിക്കേണ്ടി വന്ന എനിക്ക് കടുത്ത ദുഃഖമാണ് എന്ന് VP സിംഗ് പറഞ്ഞു. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആ ഗുജറാത്തിനെ കാണാൻ കഴിയാത്തവർക്ക് എന്തിനാണ് കണ്ണു? ഗുജറാത്തിലെ 10,000ങ്ങളുടെ ദീനരോധനം കേൾക്കാൻ കഴിയാത്തവർക്ക് എന്തിനാണ് കാത്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കണ്ണും കാതും വർക്ക് ചെയ്യാത്ത ആളുകളെ പറ്റി, ഉലായിക്കൽ അനാമി ബൽഹും അവല്ലോ. അത് നിങ്ങളെ പറ്റിയല്ലേ? കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണ്. കണ്ടാമൃഗം നിങ്ങളുടെ മുമ്പിൽ തൊപ്പിയിടും. ഞാൻ പറയുന്നു, കണ്ടാമൃഗത്തെ കണ്ടു കിട്ടിയാൽ അതിന്റെ കഴുത്തിൽ ഖമറുൽ ഉലമ എന്ന് എഴുതിയിട്ട് ഒരു ബോർഡ് തൂക്കലാതല്ലത് ഈ കാലഘട്ടത്തിൽ. അതിനെ തോൽപ്പിക്കാൻ ഈ പണ്ഡിത വേഷധാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പണ്ഡിത വേഷധാരികളുടെ കണ്ണ് നരേന്ദ്രമോദിയുടെ